ഈ വീഡിയോ കാണുന്ന നിമിഷം അതിർത്തിക്കപ്പുറത്ത് ജിഹാദികളുടെയും അവരുടെ സംരക്ഷകരുടെയും ഒക്കെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചിട്ടുണ്ടാകും. എന്താണെന്ന് അറിയാമോ? 2014 മുമ്പുള്ള ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ. അത് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അടികിട്ടിയാൽ തിരിച്ചടിക്കാതെ മാളത്തിൽ ഒളിച്ചിരുന്ന ആ പഴയ കാലമൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലായി കഴിഞ്ഞു. ഇത് നരേന്ദ്രമോദിയുടെ ഇന്ത്യയാണ്. വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തികൾ കൊണ്ട് ശത്രുവിന്റെ ഉറക്കം കെടുത്തുന്ന നവഭാരതം. സ്വന്തം ആകാശം അടച്ചാൽ ഇന്ത്യയെ പട്ടിണിക്കിടാമെന്ന് കരുതിയ പാകിസ്ഥാൻ ഇപ്പോൾ ശരിക്കും വെള്ളം കുടിക്കേണ്ടി വരികയാണ്. കാരണം പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാനായി അവരുടെ തന്ത്രങ്ങളെ വെറും പാഴ്വാക്കാക്കാൻ ഇന്ത്യ ഒരു വമ്പൻ അന്താരാഷ്ട്ര നീക്കമാണ് നടത്തിയിരിക്കുന്നത്. എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ ഇനി പറക്കുക പാകിസ്ഥാൻ വഴിയല്ല, മറിച്ച് ചൈനയുടെ അതിസുരക്ഷാ സൈനിക പാതയിലൂടെയായിരിക്കും. പാകിസ്ഥാനെ ഒരു നോക്കുകുത്തിയാക്കി മാറ്റുന്ന ഇന്ത്യയുടെ ഈ ഹിമാലയൻ പ്ലാൻ എന്താണ്? 2014 ശേഷം മോദി സർക്കാർ എങ്ങനെയാണ് ഇന്ത്യയുടെ നട്ടെല്ല് ഫലപ്പെടുത്തിയത്? പാകിസ്ഥാന്റെ തകർച്ച ഇനി എങ്ങനെയായിരിക്കും? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അവസാനം വരെ കാണുക, കാരണം ഇത് ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനത്തിന്റെ കഥയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയിലുണ്ടായ മാറ്റമാണ്. 2014 ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറയുന്നത് പ്രതിരോധത്തിൽ നിന്നും ആക്രമണോത്സുകതയിലേക്ക് മാറി. പണ്ട് പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കുമ്പോൾ നമ്മൾ ഐക്യരാഷ്ട്രസഭയിൽ പോയി പരാതി പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പരാതി പറയാൻ വേണ്ടി നമ്മൾ ആരെയും കാത്തു നിൽക്കാറില്ല. നമുക്ക് പരാതിയുമില്ല, തിരിച്ചടിയാണുള്ളത്. ഉറിയിലെ ആക്രമണത്തിന് സർജിക്കൽ സ്ട്രൈക്കിലൂടെയും പുൽവാമയ്ക്ക് ബാലാകോട്ട് വ്യോമാക്രമണത്തിലൂടെയും പഹൽഗാമിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെയും മറുപടി നൽകിയപ്പോൾ ലോകം കണ്ടത് ഇന്ത്യയുടെ പുതിയ മുഖമാണ്. സ്വന്തം നിലപാടുകൾ ലോകത്തിന് മുന്നിൽ ഉറച്ചു പറയാൻ ഇന്ത്യ ഇന്ന് ആരെയും ഭയപ്പെടുന്നില്ല. റഷ്യ ഉക്രൈൻ യുദ്ധമായാലും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളായാലും ഇസ്രായേൽ ഫലസ്തീൻ ആയാലും ഇന്ത്യയുടെ തീരുമാനം, ഇന്ത്യയുടെ താല്പര്യം മുൻനിർത്തി മാത്രമാണ്. ഇതേ കരുത്താണ് ഇപ്പോൾ പാകിസ്ഥാനെതിരെയുള്ള ഈ വ്യോമപാത വിഷയത്തിലും നരേന്ദ്രമോദി സർക്കാർ പ്രകടിപ്പിക്കുന്നത്. പാകിസ്ഥാൻ കരുതിയത് ഇന്ത്യ അവരുടെ വ്യോമപാതയ്ക്ക് വേണ്ടി യാചിക്കുമെന്നാണ്. അവരുടെ മുമ്പിൽ പോയി ഇന്ത്യ യാചിക്കാൻ. പക്ഷെ അവർക്ക് തെറ്റി. വിഷയത്തിലേക്ക് കടക്കാം. കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ പതിവ് പോലെ പാകിസ്ഥാൻ അവരുടെ കുതന്ത്രം പുറത്തെടുത്തു. ഇന്ത്യൻ വിമാനങ്ങൾക്ക് അവരുടെ വ്യോമപാത നിരോധിച്ചു. ഇന്ത്യയെ സാമ്പത്തികമായി തളർത്തുക എന്നതായിരുന്നു ഇവരുടെ എല്ലാം ഏക ലക്ഷ്യം. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ പ്രകാരം പാകിസ്ഥാൻ ഈ നിരോധനം വീണ്ടും നീട്ടിയിരിക്കുകയാണ്. ജനുവരി 24 വരെ ഒരു ഇന്ത്യൻ വിമാനവും അവരുടെ ആകാശത്ത് കണ്ടു പോകരുത് എന്നാണ് കൽപ്പന. ഈ നിരോധനം മൂലം എയർ ഇന്ത്യ അനുഭവിക്കുന്ന നഷ്ടമൊന്നും ചെറുതല്ല. ഓരോ വർഷവും $455 മില്യൺ നഷ്ടമാണ് കണക്കാക്കുന്നത്. അതായത് ഏകദേശം 3800 കോടിയിലധികം ഇന്ത്യൻ രൂപ. യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും പോകുന്ന വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ ഒഴിവാക്കി ചുറ്റിക്കറങ്ങി പോകേണ്ടി വരുമ്പോൾ ഇന്ധന ചെലവ് 29% വർദ്ധിക്കുന്നത്. യാത്രാ സമയം 3 മണിക്കൂർ വരെയാണ് കൂടുന്നത്. ഇത് ഇന്ത്യയുടെ വിമാന കമ്പനികളെ തകർക്കാൻ വേണ്ടിയുള്ള പാകിസ്ഥാന്റെ ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ്. പക്ഷേ ചാണക്യതന്ത്രങ്ങൾ മെനയുന്ന മോദി സർക്കാരിന് മുന്നിൽ പാകിസ്ഥാൻ വെറും ശിശുക്കൾ മാത്രമാണ്. അതെ, ഇവിടെയാണ് കഥ മാറുന്നത്. ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യ ഒരു വമ്പൻ നീക്കം നടത്തിയിരിക്കുന്നു. പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ അവർ ചൈനയുടെ സിൻജിയാങ് മേഖലയിലുള്ള സൈനിക വ്യോമപാത ഉപയോഗിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടിയിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ലോകത്തിലെ ഏറ്റവും ദുർഘടമായ എന്നാൽ തന്ത്രപ്രധാനമായ പാതയാണിത്. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി അഥവാ PLA നേരിട്ട് നിയന്ത്രിക്കുന്ന വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിന്റെ കീഴിലാണ് ഈ പ്രദേശമുള്ളത്. ഹോട്ടാൻ, കാഷ്ഗർ, ഉറുങ്കി എന്നീ വിമാനത്താവളങ്ങൾക്ക് മുകളിലൂടെയുള്ള ഈ റൂട്ട് തുറന്നു കിട്ടിയാൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാനെ തിരിഞ്ഞു പോലും നോക്കാതെ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് എളുപ്പത്തിൽ പറക്കാം. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ച സാഹചര്യത്തിൽ നയതന്ത്രപരമായ ഈ നീക്കം വിജയിച്ചാൽ അത് പാകിസ്ഥാന്റെ നെഞ്ചിലേൽക്കുന്ന ഇടിയായിരിക്കും. പിന്നെ ഇന്ത്യയോട് ആർക്കും നോ പറയാനും പറ്റില്ല. അതാണ് ഇന്നത്തെ ഇന്ത്യയുടെ പവർ. പാകിസ്ഥാൻ വിചാരിച്ചത് ഇന്ത്യയെ അവർ ബ്ലോക്ക് ചെയ്തു എന്നാണ്. എന്നാൽ ഇന്ത്യ മറ്റൊരു ആഗോള ശക്തിയുമായി കൈകോർത്ത് ആ തടസ്സം മറികടക്കാൻ പോകുന്നു. ഇത് കേവലം ഒരു വിമാനയാത്രയുടെ പ്രശ്നമല്ല, മറിച്ച് പാകിസ്ഥാന്റെ പ്രസക്തി ഇല്ലാതാക്കുന്ന നയതന്ത്ര വിജയമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയാണ്. ഇന്ത്യയെ ഉപദ്രവിക്കാൻ നോക്കിയ പാകിസ്ഥാൻ സ്വന്തം കാലിനടിയിലെ മണ്ണാണ് ഒലിച്ചു പോകുന്നത് എന്ന് അറിയുന്നേയില്ല. ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമപാത ഉപയോഗിക്കുമ്പോൾ നമ്മൾ അവർക്ക് വലിയൊരു തുക ഓവർപ്ലേയിങ് ചാർജായി നൽകുമായിരുന്നു.
കോടിക്കണക്കിന് രൂപയാണ് ഈ ഇനത്തിൽ അവർക്ക് ലഭിച്ചിരുന്നത്. ഇന്നൊരു കഷ്ണം റൊട്ടിക്കായി ലോകത്തിന് മുന്നിൽ കൈനീട്ടുന്ന പാകിസ്ഥാൻ ഇന്ത്യയോടുള്ള പക മൂലം വരുമാനം കൂടി വേണ്ടെന്ന് വെച്ചു. പാകിസ്ഥാന്റെ ദാരിദ്ര്യം ഞാൻ പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ആ ടോപ്പിക് ഇവിടെ വിടുന്നു. ഇന്ത്യൻ വിമാനങ്ങൾ ചൈനീസ് പാത ഉപയോഗിച്ച് തുടങ്ങിയാൽ പാകിസ്ഥാൻ പൂർണ്ണമായിട്ടും ഒറ്റപ്പെടും. ഇന്ത്യക്ക് ഇന്ന് തിരിച്ചടികൾ നൽകാൻ മിടുക്കുള്ള ഒരു ഭരണകൂടമാണ് ഇന്നുള്ളത്. പാകിസ്ഥാൻ നിരോധനം നീട്ടിയാൽ ഇന്ത്യയും പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. ഇതിനകം തന്നെ പാകിസ്ഥാന്റെ വിമാന കമ്പനിയായ PIA തകർച്ചയുടെ വക്കിലാണ്. ഇന്ത്യ കൂടി കടുത്ത നിലപാടെടുത്താൽ അവരുടെ വിമാനങ്ങൾ മണ്ണിലിറങ്ങാതെ ആകാശത്ത് കറങ്ങേണ്ടി വരും. ജിഹാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണകൂടത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഇത്. എന്തുകൊണ്ടാണ് 2014 ശേഷമുള്ള ഇന്ത്യയെ ലോകം ഭയക്കുന്നത് എന്ന ചോദ്യത്തിലേക്ക് വരാം. അതിനുത്തരം മോദി സർക്കാരിന്റെ തീരുമാനങ്ങൾ തന്നെയാണ്. ഞാനിത് ആർക്കും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മുമ്പത്തെ സർക്കാരുകൾ പാകിസ്ഥാനോട് മര്യാദ കാണിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്. എന്നാൽ ഇന്നത്തെ ഇന്ത്യ പറയുന്നത് മര്യാദയുള്ളവരോട് മാത്രം എന്നാണ്. ഭീകരവാദികളെ കയറ്റി അയക്കുന്ന രാജ്യത്തോട് എന്ത് മര്യാദ കാണിക്കണം എന്നാണ് പറയുന്നത്? ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതി വെറും ആയുധ നിർമ്മാണത്തിൽ മാത്രമല്ല, നയതന്ത്രത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. എയർ ഇന്ത്യക്ക് നഷ്ടം വരുന്നു എന്ന് കണ്ടപ്പോൾ സർക്കാർ മിണ്ടാതിരുന്നിട്ടില്ല. അവർ ചൈനയുമായി സംസാരിക്കുകയാണ്, ബദൽ മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ ഏതറ്റം വരെ പോകാനും ഇന്ത്യ തയ്യാറാണെന്ന സന്ദേശം ഈ നീക്കത്തിലൂടെ വ്യക്തമാണ്. സിൻജിയാങ് മേഖലയിൽ ചൈന വികസിപ്പിച്ച ഹോട്ടാൻ വ്യോമതാവളം ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കത്തിന് സഹായിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര കമ്പനികൾ ഭയപ്പെടുന്ന ഈ മേഖലയിലൂടെ പറക്കാൻ ഇന്ത്യ തയ്യാറാകുന്നത് നമ്മുടെ പൈലറ്റുമാരുടെയും വിമാന കമ്പനികളുടെയും ആത്മവിശ്വാസമാണ് കാണിക്കുന്നത്. ഈ വിഷയത്തിൽ ചൈന ഇതുവരെ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. പക്ഷെ ഉറപ്പാണ്, ഇന്ത്യയോട് ചൈനയ്ക്ക് നോ പറയാനാകില്ല. ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ്, ഏറ്റവും പവർഫുൾ ആയ രാജ്യം, എന്ത് നോ അല്ലെ? എങ്കിലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുന്നത് പാകിസ്ഥാന്റെ നെഞ്ചിടിപ്പും കൂട്ടുന്നുണ്ട്. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ സുഹൃത്തായ ചൈന പോലും ഇന്ത്യയുമായി സഹകരിച്ചാൽ പാകിസ്ഥാൻ എങ്ങോട്ട് പോകും? ഇന്ത്യയിലെ വ്യോമയാന മന്ത്രാലയം ഈ നീക്കത്തിന് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. പാകിസ്ഥാൻ വഴി വിമാനം പോകുമ്പോൾ നമുക്ക് സുരക്ഷാ ഭീഷണിയുണ്ട്. എന്നാൽ ചൈനീസ് റൂട്ട് സൈനിക മേൽനോട്ടത്തിലുള്ളതാണെങ്കിലും അത് പാകിസ്ഥാനേക്കാൾ വിശ്വസിക്കാമെന്ന നിലപാടിലാണ് വിദഗ്ധരുള്ളത്. അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും പോകുന്ന യാത്രാ വിമാനങ്ങൾ ഈ പാതയിലൂടെ പറന്നാൽ ഇന്ത്യയുടെ ഇന്ധന ചെലവ് ലാഭിക്കാമെന്ന് മാത്രമല്ല, പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ലോക ഭൂപടത്തിൽ നിന്നും സാമ്പത്തികമായി മായ്ച്ചു കളയാനും സാധിക്കും. ഇന്ത്യ ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു പവർ ഹൗസായി മാറുകയാണ്. പാകിസ്ഥാൻ എത്രയൊക്കെ കുതന്ത്രങ്ങളൊക്കെ മെനഞ്ഞെടുത്താലും അതിനെയെല്ലാം അതിജീവിക്കാൻ പോകുന്ന കരുത്ത് ഇന്ന് നമ്മുടെ ഭാരതത്തിനുണ്ട്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ എടുക്കുന്ന ഓരോ തീരുമാനവും 140 കോടി ജനങ്ങളുടെ സുരക്ഷയ്ക്കും അഭിമാനത്തിനും വേണ്ടിയാണ്. അതെ, പാകിസ്ഥാൻ അവരുടെ നിരോധനം ഇങ്ങനെ തുടർന്നു പോകട്ടെ. നമുക്ക് പുത്തൻ ആകാശപാതകളുണ്ട്. ജിഹാദികൾ എത്ര ശ്രമിച്ചാലും ഭാരതത്തിന്റെ വളർച്ച തടയാൻ അവരെ കൊണ്ട് സാധിക്കില്ല. ഇന്ത്യയുടെ ഈ പുതിയ നീക്കത്തെക്കുറിച്ച് അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എയർ ഇന്ത്യ ചൈനീസ് വ്യോമപാത ഉപയോഗിക്കണമോ? പാകിസ്ഥാനെതിരെ ഇനിയും കടുത്ത നടപടികൾ വേണമോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.